പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾ കേട്ടിരിക്കണം. പ്രത്യേകിച്ച് സുഡാപ്പികൾ കേൾക്കണം. സുഡാപ്പികളെ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ കേൾക്കണം. മലബാറിലുള്ള മിനി പാകിസ്ഥാനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന പ്രവാസികളായ മുസ്ലിങ്ങൾ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ കണ്ടത്. യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവമാണ്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആലുവയിലായിരുന്നു ഈ കോവിഡ് സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് 2 മൊബൈലുണ്ടെന്ന്, ആൻഡ്രോയിഡും ഉണ്ടെന്ന്, ഐഫോണും ഉണ്ട്. പിന്നെ വേറെ അഡീഷണൽ മൊബൈലുണ്ട്, അത് ഐഫോണാണ്. ഒരിക്കൽ ഈ ഐഫോൺ ഡൽഹിയിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര എമൗണ്ട് വരുമെന്ന് പറഞ്ഞു. കാരണം അതിന് ഈ പറയുന്ന സംഭവങ്ങളൊന്നും അവിടുത്തെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അവരുടെ സർവീസ് ടീമിനെ കൊണ്ടും അത് നോക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ ഞാനിതുകൊണ്ട് മറൈൻ ഡ്രൈവിൽ അവിടെ എനിക്കറിയാവുന്ന ഫൈസൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അവളുടെ കടയിൽ പോയിട്ട് ഇപ്പം ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കാം, വെറുതെ ഒരു തമാശനെ ട്രൈ ചെയ്തതാണ്. അപ്പം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം ആ പയ്യൻ ആ സാധനം അവൻ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഈ സംഭവം ശരിയാക്കുക. ജയിൽ ബ്രേക്ക് പോയി അതെല്ലാം തുറന്ന് സംഭവം റെഡിയാക്കി അത് കയ്യിൽ തന്നു. ഈ സംഭവം എന്താ ഫോൺ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അത് ചെറിയ സ്പൈ ക്യാമറും എല്ലാം കൂടെയുള്ള സംഭവം. അതെല്ലാം വെൽഡ് ചെയ്ത് കറക്റ്റായിട്ട്, അത് നിങ്ങൾക്കറിയാം ഐഫോണിൻ്റെ ജയിൽ ബ്രേക്കും പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ ഇവനെ ശ്രദ്ധിച്ചു, ഈ പയ്യനെ. എന്നിട്ട് ഞാൻ ഇവൻ്റെ അഡ്രസ്സൊക്കെ എടുത്ത് ടെലിഫോൺ നമ്പരൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. അപ്പം പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലെ അഡ്രസ്സെല്ലാം കൊടുത്തു. അപ്പം പറഞ്ഞ് നിൻ്റെ സുഹൃത്തുക്കളെ കൂടെ കൊണ്ടുവരണം മൊബൈലൊക്കെ. അപ്പം പിന്നെ സാധാരണ ഒരു വീട്ടിലെ ഒരു പയ്യന് വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. ഇവൻ്റെ ഫാദർ കല്യാണം കഴിഞ്ഞ് ഉപേക്ഷിച്ചങ്ങ് പോയി. അപ്പോൾ ഇവൻ്റെ 2 സിസ്റ്റേഴ്സുണ്ട്. ഇവൻ്റെ അവിടെ ഉള്ള മലപ്പുറം ആ ഭാഗത്ത് അതിൻ്റെ ബെൽറ്റിൻ്റെ ആ പേരെനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല സംഭവം. അവൻ 2-3 കൂട്ടുകാരുമായിട്ട് വൈകിട്ട് വീട്ടിൽ വന്നു. ഞാൻ ഈ പറയുന്ന കൂട്ടുകാരോടൊക്കെ അപ്പോൾ ഇവർക്കെല്ലാം ബേസിക്കലി +1ഉം +2 ആ സംഭവമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഇവർക്ക് ഫർദർ പഠിക്കാൻ പറ്റിയില്ല. ഇതാണ് സംഭവം. അപ്പോൾ വന്നു വരുത്തിന് അവന് ഈ ചോപ്പറിനെ പറ്റി അതിൻ്റെ പ്രവർത്തന സംഭവം ക്ലിയർ ആയിട്ട് അവർ ഇതിൻ്റെ യൂട്യൂബിലൊക്കെ കണ്ടുപഠിക്കുന്നത്. അപ്പം ഈ വാഹനത്തെ പറ്റിയും എന്താണ് പുതിയ സോഫ്റ്റ്വെയർ ഇറങ്ങിയത്, അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പുതിയത് ഇറങ്ങി, അതിനെപ്പറ്റിയൊക്കെ വേറൊരുത്തൻ തകർത്ത രീതിയിൽ അങ്ങ് സംസാരം തുടങ്ങി. അപ്പം എൻ്റെ മൊബൈലിനകത്ത് ഓരോന്നും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ്. ചിലപ്പോൾ ഞാൻ ടെക്നിക്കലി നോളജ് അല്ലാത്ത ആയതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഷോക്കിംഗ് ആയത്. പക്ഷേ ഞാൻ ഒരു ആവറേജ് രീതിയിൽ ഞാൻ മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ് ഈ കാര്യങ്ങൾ. പക്ഷെ ഞാനത് ഇമാരി വന്ന 4-5 പേരെ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് ഏകദേശം 1.5-2 മണിക്കൂർ അവരുടെ കൂടിയിരുന്നു. ഞാൻ ഷോക്കിംഗ് ആയി. പിന്നീട് ഞാൻ ഒരിക്കലും പലയിടത്തും പോയിട്ട് ഇവരെ പറ്റി അവിടുത്തെയുള്ള ചെറുപ്പക്കാരെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പം ഇവർ ഹൈലി ടെക്നിക്കലി സ്കിൽഡാണ്, ടാലൻറ്റഡ് ആണ്. പക്ഷെ ഇവർക്ക് ഇതിൻ്റെതായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇതിൻ്റെ ബേസ് എഡ്യൂക്കേഷനൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് സംഭവം. അപ്പം ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം. ഞാനൊരിക്കലും ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ ഒരു ആവശ്യത്തിന് വന്ന സമയത്ത് ഞാനിപ്പം ഇന്ദിരാനഗറിൽ ഒരു പബ്ബിലിരിക്കുക വൈകിട്ട്. ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്ന് എന്നെ അറിയാവുന്ന ഒരാൾ കൈയൊക്കെ കാണിച്ച്, പുള്ളി ഒരു തമിഴന്, ഡൽഹിക്കാരനാണ് ബേസിക്കലി, വളരെ വർഷമായിട്ട്. കാരണം IT ടെക്കുമായിട്ട് ബന്ധപ്പെട്ട HR സംഭവമൊക്കെയാണ് പുള്ളി. ഇദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് വന്നതാണ്. ഇദ്ദേഹം ഒരു തായ്വാൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ സുഹൃത്തും വന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ആന്ധ്രാക്കാരനാണ്. ഇവരെല്ലാം കൂടെ തായ്വാനീസ് കമ്പനിയുടെ ഗുഡ്ഗാവിലുള്ള അതിന് ഈ സെമി കണ്ടക്ടേഴ്സിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എവിടെയൊക്കെയാണ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെയൊക്കെയാണ് താങ്കൾക്ക് അറിയാമോ, കേരളത്തിലുണ്ടോ, തമിഴ്നാട്ടിലുണ്ടോ? ഇങ്ങനെ അവരൊക്കെ ഞങ്ങൾ സ്പോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ആലുവ എക്സ്പീരിയൻസും ഞാൻ ഈ മലബാർ എക്സ്പീരിയൻസും ഈ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവരുടെ പരിപാടി എന്ന് പറയുന്നത് റൺ ചെയ്യാത്ത പല എഞ്ചിനീയറിംഗ് കോളേജിനെ അടച്ചു പോയത്.
അപ്പം അത് ലീസിനെടുക്കുക ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്ക്. എന്നിട്ട് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള മിടുക്കരായ ചെറുപ്പക്കാരെ അവിടെ 1 വർഷത്തെയോ 1.5 വർഷത്തെയോ കോഴ്സിന് സെമി കണ്ടക്ടർ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചു. കാരണം അതിനെ പറ്റിയുള്ള മാൻ പവർ ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യയിൽ പലയിടത്തും പല ഗ്ലോബൽ കമ്പനികൾ സെമി കണ്ടക്ടർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മാൻ പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തായ്വാനീസ് ബേസ്ഡ് ഈ കമ്പനി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേഷൻ ബാംഗ്ലൂരും ഉണ്ട്, ചെന്നൈയിലുണ്ട്, അവർക്ക് ചണ്ഡീഗഡിലുണ്ട്, പൂനെയിലുണ്ട്. കാരണം ഇവർക്ക് മാൻ പവർ കിട്ടിയേ മതിയാകത്തുള്ളൂ ഈ കമ്പനികൾക്ക്. അപ്പം അതിൻ്റെ കൺസൾട്ടൻസിയാണ് ഈ തായ്വാനീസ് കമ്പനി ഇവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പം അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഈ മലബാർ മേഖലയിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ചെറുപ്പക്കാരെ തപ്പാൻ പറഞ്ഞു. അവർ ഹൈലി ടാലൻറ്റഡ് ആണ്, ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമുണ്ട്, ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. പക്ഷെ ഇവരെ എടുത്ത് 1-1.5 വർഷം കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ ചൈനയെ ഉദ്ദേശിക്കുന്നതിനേക്കാളും തായ്വാനിലും ഹോങ്കോങ്ങിൽ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇവർ ടാലൻറ്റഡ് ആണ്. അപ്പം എൻ്റെ ഒരു രീതിയിലാണ് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ അവർ രണ്ടുപേരും ഏകദേശം 1.5 മണിക്കൂർ എൻ്റെ കത്തി ഇങ്ങനെ കേട്ടോണ്ടിരുന്നു സംഭവം. അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളിത് പ്രൊസീഡ് ചെയ്യാൻ പോയി സംഭവം. അപ്പോൾ അവർ ഓഫീസിൽ പറയുന്നു, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ വിദേശ കമ്പനികളൊക്കെ ആദ്യം ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവരൊരു സർവേ നടത്തും. ഈ സർവേ ഒക്കെ നടത്തുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രദേശത്തെ പറ്റി അവരുടെ മാൻ പവർ, ചെറുപ്പക്കാരെങ്ങനെ, അവിടുത്തെ പൊളിറ്റിക്കോ സോഷ്യോ എക്കോണമി എന്താ, അവരുടെ പൊളിറ്റിക്സ് എന്താ, റിലീജിയൻ, ഇത് മുഴുവൻ സർവേ എന്ന് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഗ്ലോബൽ കമ്പനികൾ ഒരു സാധനം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഇപ്പോഴും ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ അങ്ങേ മാസം പുള്ളിയുടെ ഒരു മെയിൽ വന്നു ഇൻ ഡീറ്റെയിൽ ആയിട്ട്. ഇത് കോൺഫിഡൻഷ്യൽ മെയിൽ ആയതുകൊണ്ട് ആ കാര്യം ഞാനത് ഈ ആൾക്കാരുടെ പേര് പോലും പറയുന്നില്ല. ഇതൊരു ടോക്സിനകത്തുണ്ടായ സംഭവം. അപ്പം അതിനകത്ത് പറഞ്ഞ സംഭവം 1 by 1 ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവിടുത്തെ ഇവിടുത്തെ അതായത് വലിയൊരു ഏജൻസിയാണ് ഈ സർവേ നടത്തിയത്. അവിടുത്തെ ചെറുപ്പക്കാർ മിടുക്കന്മാരാണ്, സംശയമില്ല. പക്ഷെ അവർക്ക് ഭയമെന്ന് പറയുന്നത് അവിടെ ഈ ലിറ്റിൽ പാകിസ്ഥാനാണ് ഈ സംഭവം. ഇവിടെയുള്ളവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞ കമ്പനികളിൽ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഇവർ നാളെ ആ കമ്പനിക്കകത്തും പുറത്തും ഇതേപോലെ ഹമാസിന് അനുകൂലമായിട്ടും മതഭീകരർക്ക് അനുകൂലമായിട്ടും പ്രവർത്തിക്കില്ല എന്ന് നമുക്കെങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും? ഷോക്കിംഗ് ആയി സംഭവം. ഇത് ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടി ഒരു ഗ്രൂപ്പ് പോയി ചെയ്തിട്ട് പറയുവാണ്. കാരണം അവിടെ അത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, കാരണം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. കാരണം പഠിക്കാൻ ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ കുട്ടി 1.5 വർഷത്തിന്റെ ട്രെയിനിങ് ഇതേപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകരെ ഫാക്കൽറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇവർക്കകത്ത് ഇതേപോലെയുള്ള ആന്റി ഇന്ത്യ, ആന്റി ഗ്ലോബലൈസേഷൻ, ഇതേപോലെ മതഭ്രാന്ത്, ഞാൻ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർമ്മയിരിക്കും, മദ്രസ പൊട്ടന്മാര്, ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിലാണ് ഈ സംഭവം പറയുന്നത്. ഇവരെ എടുത്തു കഴിഞ്ഞാൽ നാളെ എന്താണ് പ്രശ്നം ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വലിയൊരു ഭാഗം അവിടെയുള്ള ആളുകൾ ഇന്ത്യക്കെതിരെയാണ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയാണ്. അവരാകെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക മതഭ്രാന്തന്മാരായ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിന്ന് നമ്മൾ പിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സുഹൃത്തും ബന്ധുക്കളും ഇവരുടെ സംഘടനയും ഇവരെ നാളെ ഉപയോഗിക്കില്ല എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? ചോദ്യത്തിന് റിലവൻസ് ഉണ്ട്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് വളരെ വാലിഡാണ്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇനിയും മലബാറിലുള്ള സുഡാപ്പികൾ അവർ മനസ്സിലാക്കുക, നിങ്ങളായ ചെറുപ്പക്കാരെ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് ജോലി ചെയ്യാനെടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ കഴിവിനെ അവർ അംഗീകരിക്കുന്നു. പക്ഷെ അവർക്ക് ഭയമെന്ന് പറയുന്നത് നാളെ നീ ഏത് രീതിയിലാണ് തിരിയുന്നത്, അത് വലിയൊരു ലൈബിലിറ്റിയാവും, ഈ കമ്പനി തന്നെ പൂട്ടേണ്ടി വരും. കാരണം ഉറപ്പായിട്ടും അതിനകത്ത് നിന്ന് ഈ ഹമാസിന് അനുകൂലമായിട്ടും ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായിട്ടും സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സംഭവങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഈ കമ്പനിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കും, അതിൻ്റെ പ്രവർത്തനം പ്ലാന്റിനെ ബാധിക്കും. അത് നോർമലാണ് ഈ സംഭവം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം ഇതിനെപ്പറ്റി
പിന്നെ ഇതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു, ഇത് അവഹേളിക്കുന്ന രീതിയിലാണ്. പിന്നീട് അത് മനസ്സിലാക്കി, ഇത് പറഞ്ഞാൽ മാത്രമേ നിന്റെയൊക്കെ തലയ്ക്കകത്ത് കയറൂ. അപ്പൊ ഏത് രീതിയിലാണ് വിദേശ കമ്പനിയാണെങ്കിലും ഇന്ത്യൻ കമ്പനിയാണെങ്കിലും നിങ്ങളെ കാണുന്നത്, ഭയത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം നാളെ നീ എങ്ങനെയാ തിരിയുന്നത്? ഇതിനകത്ത് ഭയങ്കര ശരിക്കും ഇത് ക്രെഡിബിൾ ആയിട്ടുള്ള സംഭവം. ഏത് രീതിയിലാണ് തിരിയുന്നത്? നാളെ ഇവർ ഈ ഹമാസിന് അനുകൂലമായിട്ടും ഭീകരപ്രവർത്തനത്തിന് അനുകൂലമായിട്ടും ഈ RDX മറ്റുള്ളവനെ കൊല്ലാനും കൈവെട്ടാനും തലവെട്ടാനും പോകത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കാരണം മതഭീകരതയാണ്. മതം തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഓരോന്ന് എനിക്ക് വെർട്ടിക്കൽസ് തന്നേക്കുക. ഇന്ത്യയിൽ നിന്ന് ഇത്ര പേര് ISIS പോയി, കേരളത്തിൽ നിന്ന് ഇത്ര പേര് പോയി, അതിൽ ഇത്ര ശതമാനം ഈ ഭാഗത്തു നിന്നാണ് പോയത്. എങ്ങനെ എതിർക്കാൻ പറ്റും? ഇതിൻ്റെ MM അക്ബറിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. കാരണം അവർ പണം മുടക്കിയാണ് സർവേ നടത്തിയത്. ഈ മുജാഹിദ് ബാലുശ്ശേരി ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസംഗിക്കുന്ന ഇവർ ഓരോരുത്തരും ഓരോ പ്രസംഗം എവിടെ നടത്തിയേക്കുന്നത്, എന്ത് വിഡ്ഢിത്തരം അവർ പറഞ്ഞേക്കുന്നത്. അതായത് മനസ്സിലാക്കി, ഞാൻ കൺക്ലൂഡ് ചെയ്യുക. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ദുബായിൽ സൗദിയിൽ അവിടോടൊക്കെ ജോലി കിട്ടും, സംശയമില്ലാത്ത കാര്യം. പക്ഷെ ഉയർച്ചയെന്നൊരു സംഭവമുണ്ട്. കാരണം ഇത് ബേസ് എഡ്യൂക്കേഷനും സംഭവം എല്ലാം കിട്ടി. നാളെ ഗ്ലോബലൈസ്ഡ് ആയിട്ടൊരു മലയാളി ചെറുപ്പക്കാരൻ ആ ഭാഗത്തുനിന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാകാൻ ആൾക്കാർക്ക് പേടിയാണ്. എന്താ കാര്യം? കാരണം നാളെ നീ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡാണ് ഈ ഭാഗത്തു നിന്ന് ഇത്രയും നാൾ വരെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഈ ലവ് ജിഹാദ് ഓരോന്നും പറയുന്നുണ്ട്. അതായത് നിങ്ങളോടുള്ള വിശ്വാസം ഇന്ത്യക്കാർക്ക് കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കമ്പനി ഇങ്ങനൊരു റിപ്പോർട്ട് തരണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം അവർ പഠിച്ച് മനസ്സിലാക്കിയ ശേഷമാണ്. അതായത് എന്നെയൊക്കെ വന്ന് തെറി വിളിക്കുന്ന ഈ സുഡാപ്പികളും കുണാപ്പന്മാരും കോപ്പന്മാരും മനസ്സിലാക്കാൻ വേണ്ടി പറയുക, നീയൊക്കെ കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ ലോകം കാണുന്നുണ്ട്, നിന്നെ ആ രീതിയിലാണ് കാണുന്നത്. അതായത് മനസ്സിലാക്കി ചെറുപ്പക്കാർക്ക് ഞാൻ വീണ്ടും ഇത് റിക്വസ്റ്റാണ് ബേസിക്കലി. കാരണം ഇത് കണ്ടുപോയി എനിക്ക് ഷോക്കിംഗ് ആയി. കാരണം കേരളത്തിൻ്റെ ഒരു ഭാഗം ഒരു മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പറയുകയാണ്. അവർ ലോകത്തിനെതിരാണ്, അവർ മതഭീകരവാദികൾക്ക് അനുകൂലമാണ്, ലോകത്ത് എന്ത് ടെററിസം ഉണ്ടായാലും അതിനെ അനുകൂലിക്കുന്നവരാണ്. എല്ലാവരും 1 to 1 ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഈ സാറ്റലൈറ്റ് ചാനലും വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇന്ത്യ, എന്താണ് ഈ ലോകം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഈ ലോകത്തിന് എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ആവശ്യം, എന്തൊക്കെയാണ് നന്മ. ഇവിടെ മുഴുവതും പറയുന്ന ഏറ്റവും ഭയങ്കരമായ ഭീകരവാദമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ്സിനെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ മതത്തിന്റെ ആവേശം കൊണ്ട് എടുത്ത് ആടുമ്പോഴോ ഉണ്ടാകാൻ പോകുന്ന ഒരു തലമുറയോളം നിങ്ങൾ എവിടെയും വഴി കിട്ടാതെ പോകുന്നു. ഇതാണ് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് അവർ ഈ തന്ന സർവേയും പിന്നീട് നിങ്ങൾ ഈ പറയുന്നതിനെ പറ്റി ഏകദേശ ധാരണ. അതായത് പോലീസിന് പോലും ഇതേപോലെ സർവേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവർ പണം സ്പെൻഡ് ചെയ്തിട്ടാണ് സർവേ ചെയ്തിരിക്കുക. കാരണം അവർക്ക് ആളിനെ വേണം. അതിനകത്ത് അവിടെയുള്ളവരെ അവരെടുക്കാൻ തയ്യാറല്ല, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിന്ന്. ഇതാണ് മനസ്സിലാക്കുക. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് ലോകം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സുഡാപ്പികളെ.